കഴിഞ്ഞ ക്ലാസ്സിൽ സ്മാർട്ട് ഫോണിന്റെ ഉപയോഗത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇന്റർനെറ്റിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ ജീവിതത്തിൽ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കി. ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിച്ച് പെട്ടെന്ന് ക്ലോക്കിലേക്ക് നോക്കി ഇത്ര സമയം എവിടെ പോയി എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ആർജിച്ചെടുക്കുന്ന വിവരങ്ങളുടെ ഉദ്ഭവത്തെക്കുറിച്ചും അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചുമാണ്. അതിനായി നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താം. സോഷ്യൽ മീഡിയയിലുള്ള വെബ്സൈറ്റുകൾക്ക് പ്രധാനമായും എവിടെ നിന്നാണ് പണം ലഭിക്കുന്നത്? യൂസർ ചാർജസ്, മെമ്പർഷിപ്പ് ഫീസ്, അഡ്വർടൈസ്മെന്റ്സ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എപ്പോഴെങ്കിലും മെമ്പർഷിപ്പ് ഫീസ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പരസ്യത്തിന് പണം നൽകിയിട്ടുണ്ടോ? ഇല്ല. സോഷ്യൽ മീഡിയയിലെ പരസ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ എന്താണ് നമ്മുടെ ഉത്തരം? പരസ്യം. ഇന്റർനെറ്റിലെ മിക്ക വെബ്സൈറ്റുകളും പരസ്യം വഴി വരുമാനം നേടുക എന്നുള്ള രീതിയാണ് തുടർന്നു പോരുന്നത്. നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ് അവരുടെ വരുമാനം നിശ്ചയിക്കപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികൾ ഏറ്റവും തിരക്കുള്ള സ്ഥലങ്ങളിലാണ് അവരുടെ പരസ്യം പ്രദർശിപ്പിക്കാൻ താല്പര്യപ്പെടുന്നത്. അതുപോലെ ഓൺലൈൻ മേഖലയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സന്ദർശിക്കുന്ന വെബ്സൈറ്റുകളിലാണ് കമ്പനികൾ പരസ്യവുമായി എത്തുന്നത്. സിമ്പിളായി പറഞ്ഞാൽ കൂടുതൽ ക്ലിക്സ്, കൂടുതൽ വിസിറ്റേഴ്സ്, കൂടുതൽ പരസ്യം, കൂടുതൽ പണം. പ്രമുഖ അമേരിക്കൻ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ പരസ്യങ്ങളാണ് ഇന്റർനെറ്റിന്റെ ജീവരക്തം. നിങ്ങൾ കാണുന്നതും വായിക്കുന്നതും കേൾക്കുന്നതുമായ ഉള്ളടക്കത്തിന് പണം ലഭിക്കുന്നത് പരസ്യങ്ങളിലൂടെയാണ്. പ്രേം, ഈ ക്ലാസ്സിൽ തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? ഫഹദ്. ഓക്കെ, ഫഹദിന്റെ ശ്രദ്ധ നേടാൻ താൻ എന്തൊക്കെയാണ് ചെയ്യാറ്? ഫുട്ബോൾ വീഡിയോ കാണിച്ചു കൊടുക്കും. അതെന്തുകൊണ്ടാ? അവന് ഫുട്ബോൾ ഇഷ്ടമായതുകൊണ്ട്. അപ്പൊ ക്രിക്കറ്റ് ഇഷ്ടമല്ലേ? ഇല്ല, ഇഷ്ടമല്ല. ആണോ? വേറെ എന്തൊക്കെയാ? വേറെ ഷാരൂഖ് ഖാന്റെ സിനിമകളൊക്കെ ഇഷ്ടമാണ്. ആഹാ. പിന്നെ പിന്നെ ഇപ്പോ ചിന്തിക്കൂ, ഇഷ്ടങ്ങൾ മാത്രമല്ല, അവനെ ദേഷ്യപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഫുട്ബോളിനെക്കാളും നല്ല ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അവൻ ഇപ്പൊ എന്നെ തല്ലാൻ വരും. നോക്കൂ, ഇപ്പൊ തന്നെ ഫഹദിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി. അവന്റെ ശ്രദ്ധയെ ആകർഷിക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവന്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, അവനെ ദേഷ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന്റെ ശ്രദ്ധയെ ആകർഷിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ ഒരാളുടെ വ്യക്തി താല്പര്യം അറിയുമ്പോൾ അയാളെക്കുറിച്ച് കൂടുതൽ അറിയാനും അയാളുടെ ശ്രദ്ധ നേടാനും സഹായിക്കും എന്നുള്ളത് മനസ്സിലായി. ഇനി സോഷ്യൽ മീഡിയയെക്കുറിച്ചുള്ള നമ്മുടെ യഥാർത്ഥ ചർച്ചയിലേക്ക് തിരിച്ചു പോകാം. സോഷ്യൽ മീഡിയയ്ക്ക് നിങ്ങളെക്കുറിച്ച് അറിയാവുന്ന താല്പര്യങ്ങൾ എന്തൊക്കെയാണ്? സാർ, നമുക്കിഷ്ടമുള്ള സിനിമകൾ ഏതൊക്കെ? സാർ, നമ്മുടെ ഫ്രണ്ട്സ് ആരൊക്കെ, നമ്മുടെ പ്രൊഫൈൽ ഫോളോ ചെയ്യുന്നത് ആരൊക്കെ എന്ന് സോഷ്യൽ മീഡിയക്ക് അറിയാം. ഓക്കെ. സാർ, നമ്മളെ ചിരിപ്പിക്കുന്നത് എന്തൊക്കെ? ഓക്കെ. നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്നത് എന്തൊക്കെ? സാർ, നമ്മൾ എവിടേക്കാ പോകുന്നത്, എന്തൊക്കെയാ കഴിക്കുന്നത് എന്നൊക്കെ സോഷ്യൽ മീഡിയക്ക് അറിയാൻ പറ്റുമല്ലോ. ശരിയാണ്. അപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും അവർ നമ്മെ വീക്ഷിക്കുന്നു. നമ്മുടെ താല്പര്യങ്ങൾ, വികാരങ്ങൾ, ഇഷ്ടങ്ങൾ അനുസരിച്ച് പോസ്റ്റുകളും വീഡിയോസും ഫോട്ടോസിനുമൊപ്പം അവർ പരസ്യങ്ങളും എത്തിക്കുന്നു. അത് ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. ഈ കാരണങ്ങൾ കൊണ്ടാണ് ദിവസവും ഒരുപാട് സമയം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ പോലും അനന്തമായ നമ്മുടെ ന്യൂസ് ഫീഡുകളിൽ നമ്മൾ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒരു ദിവസം സോഷ്യൽ മീഡിയയിൽ കോടിക്കണക്കിന് പോസ്റ്റുകളാണ് വരുന്നത്. അതിൽ വ്യാജമേത് വാസ്തവമേത് എന്ന് തരം തിരിക്കാനുള്ളൊരു സംവിധാനം അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ വാർത്തകൾ അറിയാനുള്ളൊരു പ്രാഥമിക സോഴ്സായി സോഷ്യൽ മീഡിയ നിങ്ങൾ കൺസിഡർ ചെയ്താൽ, അവിടുത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ചാൽ നിങ്ങൾ സത്യത്തിൽ നിന്നും ഒരുപാട് ദൂരെയായി പോകും. ഈ കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ സത്യാന്വേഷികളാവേണ്ടത്. അപ്പം നമ്മൾ ഇന്നെന്തൊക്കെയാണ് പഠിച്ചത്? സോഷ്യൽ മീഡിയ അവരുടെ നിലനിൽപ്പിനായി പരസ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. കറക്റ്റ്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് സമയം ഓൺലൈനിൽ തുടരുന്നു എന്ന് ഉറപ്പാക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. കറക്റ്റ്. ഇനി നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വിഷയം പഠിക്കാം, ഫിൽട്ടർ ബബിൾ. അതെന്താണെന്ന് മനസ്സിലാക്കാനായി നമുക്കൊരു വീഡിയോ കാണാം. എന്തുകൊണ്ടാവാം ലോകത്ത് ഇത്രയും ആളുകൾ ഗ്ലോബൽ വാർമിംഗ്, വാക്സിനേഷൻ പോലെയുള്ള കാര്യങ്ങളിൽ തെറ്റായ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നത്? ഒരിക്കലും തിരുത്താൻ പറ്റാത്ത പോലെയാണ് ചിലപ്പോൾ ഈ വിശ്വാസങ്ങൾ. ആളുകൾ തെറ്റായ വിവരങ്ങൾ വിശ്വസിക്കുമ്പോൾ
സമൂഹത്തിനാകെ ഉണ്ടാകുന്ന പ്രത്യാഘാതം വലുതാണ്. എഴുത്തുകാരൻ എഡി പെരിസിയർ വിളിക്കുന്ന പോലെ ഫിൽറ്റർ ബബിളുകളാണ് ഇത്തരം സാഹചര്യം ഉടലെടുക്കാൻ കാരണം. ഓൺലൈനിൽ നമുക്ക് വേണ്ടി നിർദ്ദേശിക്കുന്ന പോസ്റ്റുകളും വീഡിയോകളുമൊക്കെ കമ്പ്യൂട്ടർ ആൽഗോരിതമാണ് തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ എന്ത് ലൈക്ക് ചെയ്യുന്നു, എന്തിൽ ക്ലിക്ക് ചെയ്യുന്നു, എന്തൊക്കെ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നതൊക്കെ ആൽഗോരിതം ശ്രദ്ധിക്കും. ശരിതെറ്റുകളെ അടിസ്ഥാനപ്പെടുത്തിയല്ല ഈ നിർദ്ദേശങ്ങൾ വരിക. നമുക്ക് യോജിക്കുന്ന ചിന്താഗതികൾ മാത്രം മുന്നിൽ നിരത്തി മറുവശം ഉപേക്ഷിച്ച് കളയുകയാണ് ഇവിടെ നടക്കുന്നത്. സ്വന്തം വിശ്വാസം ഉറപ്പിക്കുന്ന രീതിയിൽ ഓരോ തരം ആളുകളും ഓരോ തരത്തിൽ ഒരേ വിഷയത്തെ കാണുന്നുവെന്ന് ചുരുക്കം. അങ്ങനെ നമ്മൾ ഫിൽറ്റർ ബബിൾ എന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടും. ലോകത്താകെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തികച്ചും ഏകപക്ഷീയമായ നിലപാടുകൾ ഉണ്ടായി വരിക ഇങ്ങനെയാണ്. ഒരു വിഷയത്തിൽ സ്വാഭാവികമായ ഒരു മനസ്സിലാക്കൽ ഇത് കാരണം സാധ്യമല്ലാതാകും. അപ്പോൾ എങ്ങനെയാണ് വാക്സിനേഷൻ നല്ലതല്ല എന്ന ധാരണ ആളുകൾക്കുണ്ടാവുന്നത്? ഈ ധാരണയെ ഊട്ടിയുറപ്പിക്കുന്ന ലേഖനങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി ആളുകൾ വായിക്കുമ്പോൾ അവരുടെ ഫീഡും ടൈം ലൈനും ഇത്തരം ലേഖനങ്ങളും വീഡിയോകളും ഫോട്ടോകളും കൊണ്ട് നിറയും. ഈ ഫീഡുകൾ ഒന്നുകിൽ കൂടുതൽ തെറ്റിദ്ധാരണ പരത്തുന്നതോ പൊള്ളയായ നുണകൾ പ്രചരിപ്പിക്കുന്നതോ ആവാം. അങ്ങനെ വാക്സിനേഷൻ നല്ലതല്ല എന്ന് ആളുകൾ ഉറപ്പിക്കും. വാക്സിനേഷൻ വ്യക്തിക്കും സമൂഹത്തിനും വേണ്ടതാണ് എന്നൊരിക്കലും ബോധ്യപ്പെടുത്താനാകാത്ത തരത്തിൽ അയാളുടെ ബോധം മാറിപ്പോകുകയും ചെയ്യാം. അൽഗോരിതം നിയന്ത്രിക്കുന്ന സമൂഹ മാധ്യമങ്ങളെ വാർത്തയ്ക്കും വിവരശേഖരണത്തിനും ആശ്രയിച്ചാലുണ്ടാവുന്ന വലിയൊരപകടമാണിത്. സോഷ്യൽ മീഡിയയ്ക്ക് നമ്മൾ ചിന്തിക്കുന്നത് പോലെ തന്നെ ചിന്തിക്കുന്ന ഒരുപാട് പേരെ അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ അതിനനുസൃതമായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും കണ്ടന്റ്സും നമുക്ക് മുമ്പിലേക്ക് എത്തിച്ച് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും നമ്മളെ മാനസികമായി ചൂഷണം ചെയ്യാനും സാധിക്കുന്നു. ഈ വിവരങ്ങളെല്ലാം സത്യമാണോ മിഥ്യയാണോ എന്ന് ഒരു ഉറപ്പും ഇല്ലാതെ തന്നെ. ഇനിയൊരു ചോദ്യം, സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകളുടെ പ്രധാന ലക്ഷ്യം എന്താണ്? സൗഹൃദമുണ്ടാക്കുക, അറിവ് പകരുക, നമ്മുടെ സമയം വിനിയോഗിക്കുക. ഓപ്ഷൻ 3. കറക്റ്റ്.